സത്യം പറഞ്ഞപ്പോ മക്കൾക്ക് അച്ഛനോട് സ്നേഹം കുറയുമോ എന്നൊരു ഭയം. അച്ഛാ, പതിൽ കവിഞ്ഞ് ഡ്രിങ്ക് കഴിച്ചു. ഏയ് നോ. പിന്നെന്താ ഇങ്ങനെയൊക്കെ? ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയേണ്ടി വരില്ല എന്ന് കരുതി രഹസ്യമാ പറയേണ്ടി വന്നത്. ഇനിയിപ്പോ നിങ്ങൾ 3 പേരിൽ ആരാണ് റോസി എന്ന് പറയേണ്ടി വരുമോ എന്ന ഭയം. അതൊരിക്കലും പറയരുത്. പറഞ്ഞാൽ അവൾ സനാഥയും മറ്റു 2 പേർ അനാഥരുമായി പോകും. ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ചാൽ വിവാഹം വേണ്ടെന്ന് വെച്ചു. ഒരിക്കലും തന്നിലേക്ക് നോക്കാതെ ഞങ്ങളിലേക്ക് മാത്രം നോക്കി. ഈ നിമിഷങ്ങളിലും ഞങ്ങളെ പ്രതി വേദനിക്കുന്ന മനസ്സുമായി നിൽക്കുന്ന അച്ഛൻ എങ്ങനെ വീട്ടിൽ തീർക്കാനൊക്കും? ഞങ്ങൾ പെൺമക്കൾക്ക് അച്ഛനോടുള്ള കടം. സദാചാരവും സാമൂഹ്യബോധവും ജീവിത വീക്ഷണവും ഞങ്ങൾക്ക് തന്നാൽ അച്ഛനോട് പറയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും വിവാഹം വരെ ഞങ്ങൾ പെൺമക്കൾക്ക് പാടില്ലെന്ന് പഠിപ്പി. കൂടുതൽ സംസാരിക്കുന്നു. അച്ഛയിൽ നിന്ന് ഞാൻ മറച്ചുവെച്ച രഹസ്യമാണ് എന്റെ മനസ്സിൽ ഒരു നൊസ് പോലെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഒക്കെ വിധിയാകേണ്ട അവസ്ഥയൊക്കെ എന്നിൽ ഉണ്ടാക്കിയത്. എന്താ മോളെ? ഞങ്ങൾ അച്ഛനും മകളും വളരെ ഗൗരവമായി ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് നൈറ്റ്. എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഒരു കൊലപാതകം നടത്തിയവനാണ് പ്രശാന്ത്. എനിക്ക് ആദ്യമായി ഒരു ആൽബത്തിൽ പാടാൻ അവസരം കിട്ടി. റിഹേഴ്സൽ സമയത്താ കൂടെ പാടുന്ന മാലിന്യെ ഞാൻ പരിചയപ്പെട്ടത്. പേര് ചോദിച്ചു, നാട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അവിടെ തീർന്നു. ജീനിയസ് എന്ന ഭാവം വേഷം കെട്ടലിൽ കരുതുന്നവരും ലഹരിയിൽ സ്വയം മറക്കുന്നവരുമായ ഒരു ടീം. പാട്ടും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് ആളുകളെല്ലാം എനിക്ക് പോകാൻ വണ്ടിക്കാശ് പോലും. മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറുമായ അഖിൽ മാധവന്റെ മുറിയിലെത്തിയത് അങ്ങനെയാണ്. അവിടെ അയാൾ ലഹരിയുടെ ഉന്മാദത്തിൽ മാലിന്യെ കടന്നു പിടിക്കുന്നതാണ് കണ്ടത്. തടയാൻ ശ്രമിച്ചപ്പോൾ വി ആർ ഫ്രണ്ട്സ് എന്നും ഇതൊരു ജോക്കിംഗ് ഗെയിമാണെന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞു. പണം ചോദിച്ചപ്പോൾ കീശയിൽ കൈയിട്ട് കിട്ടിയത് ചുരുട്ടി തന്നു. അതും വാങ്ങി മടങ്ങാൻ തുനിഞ്ഞ എന്നെ നോക്കി മാലിന്യ ദയനീയമായി വിളിച്ചു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മാലിന്യ അയാൾ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇരയുടെ ജീവനിലേക്ക് വേട്ടനായെ പോലെ ചാടിക്കയറാൻ ശ്രമിച്ച് അവനെ തടഞ്ഞ എന്നെ അവൻ അടിച്ചു വീഴ്ത്തി. അടികൊണ്ട് വീണ ഞാനൊരു ചെണ്ട തൂക്കിയെടുത്തു. അമ്പലത്തിൽ കെട്ടുകാളയെ കൊണ്ടുപോകുമ്പോ എന്റെ അച്ഛൻ അതിന്റെ മുന്നിൽ കൊട്ടി ഒരു താള വിസ്മയം ഒരുക്കി കൂടെ ഉള്ളവരെ ഉന്മാദത്തിൽ തുള്ളിക്കും. അതുപോലെ ചെണ്ട തൂക്കിയെടുത്ത് ആഞ്ഞടിച്ചു. ഒരു ഉന്മാദിയെ പോലെ അലറിയടിച്ചു. പാമ്പ് പിടയുന്നത് പോലെ പിടയുന്നത് ഓർമ്മയുണ്ട്. നിശ്ചലമാകുന്നത് വരെ അടിച്ചു. മാലിന്യയുടെ അലറിയുള്ള നിലവിളി കേട്ടാണ് ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നത്. അപ്പോഴേക്കും അവൻ മരണപ്പെട്ടിരുന്നു. അവന്റെ സ്വകാര്യ ഭ്രാന്തുകളുടെ സങ്കേതത്തിൽ ഈശ്വരനല്ലാതെ വേറെ സാക്ഷികളില്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വഴിയരികിൽ വെച്ച് 2 ഓട്ടോകൾ കയറി ഞങ്ങൾ പിരിഞ്ഞു. അമിതമായി ലഹരി ഉപയോഗിച്ച അഖിൽ മാധവൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് പോലീസ് കഥ ചമച്ചു. പിന്തുടരാത്ത ദുരന്തം ഞാൻ മറന്നു. പിന്നീട് ഒരിക്കലും പാടണ്ടെന്ന് തീരുമാനിച്ചു. ജീവിതം തേടിയുള്ള യാത്രയിൽ തികച്ചും അവിചാരിതമായി ഞങ്ങളിവിടെ കണ്ടുമുട്ടി. പഴയ കഥകളൊക്കെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ മറ്റോ ആണെന്ന് തെറ്റിദ്ധരിച്ചു. കൊന്ന കാര്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. ചതിക്കാനോ പിന്തുടരാനോ എത്തിയതല്ലെന്ന് മനസ്സിലായി. അങ്ങയോട് രഹസ്യം പറയണമെന്നും ഒപ്പം ഞാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഗുഡ് നൈറ്റ് സാർ. എന്റെ മോടെ മാനം കാത്തു നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? ഈ സ്നേഹം മാത്രം മതി സാർ. അച്ഛാ, പ്രശാന്തിന് വിരോധമില്ലെങ്കിൽ എന്നെ അവന് കൊടുത്തൂടെ? നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ ഇതിലും നല്ലൊരു ഭാഷ എന്റെ കയ്യിൽ കരുതലില്ല. എന്റെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അച്ഛന് സന്തോഷമാ. വേണ്ട സാർ. എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനോ ശൂദ്രനോ അല്ല.
ദളിതനാ. വർണ്ണങ്ങളല്ല, കർമ്മങ്ങളാണ് മനുഷ്യന്റെ മഹത്വം നിശ്ചയിക്കുന്നത്. ഞാനൊരു ജാതിക്കോമരമല്ല. നിനക്ക് വേണമെങ്കിൽ ഇവളെ പിന്തുടർന്ന് വേട്ടയാടാമായിരുന്നു, വിലപേശാമായിരുന്നു. ഒരു പെണ്ണിന്റെ മാനം കാത്തവനാ നീ. നീ കൊന്നു കീഴ്പ്പെടുത്തിയ മനസ്സായി ഇവളുടെ ഇത്. ഇവളെ നീ സ്വീകരിക്കുന്നു. സന്തോഷമാണോ സങ്കടമാണോ ചങ്കിൽ തിക്കുമുട്ടുന്നതെന്നറിയില്ല. മനസ്സിന്റെ ഭാരങ്ങൾ കൂടുന്നോ കുറയുന്നോ? ദെൻ ഗുഡ് നൈറ്റ്. ശത്രു ഒഴിഞ്ഞ കൂട് പോലെ ശാന്തമാണ് എൻ്റെ മനസ്സ്. ജീവിതം എന്ന യുഗ്മഗാനം പാടാൻ ഞാൻ നിന്റെ കരം പിടിക്കുക. തനപ്പവരും